സാമൂഹ്യ മാധ്യമത്തിൽ നേതാക്കളും അവരുടെ അനുയായികളും എല്ലാവരും കൂടി ചേർന്ന് അവരവരുടെ നേതാക്കളെ ഉണ്ടാക്കി മുഖ്യമന്ത്രിയാക്കാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ്. സാമൂഹ്യ മാധ്യമത്തിൽ തെള്ളോട് തെള്ള്, പിന്നെ ബാക്കിയുള്ളിടത്ത് തെള്ള്, PR ഏജൻസികളിൽ തെള്ള്, വഴിയിലിട്ട് തെള്ള്, പോസ്റ്റിലിട്ട് തെള്ള്, കമൻറ്റിലിട്ട് തെള്ള്, പിന്നെ കമൻറ്റിൽ തള്ളു കൂടാതെ കമൻറ്റുകളിലെല്ലാം പോയി തെറിവിളി. എന്തൊരു നാണം കെട്ട ഏർപ്പാടാണ് ഈ നടക്കുന്നതും കാണുന്നതുമൊക്കെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാത്തിനും ഒരു വെളിവും വെള്ളിയാഴ്ചയൊക്കെ വേണ്ടേ? എല്ലാത്തിനും ഒരു വ്യവസ്ഥാപിതമായ നടപടിക്രമങ്ങൾ ഉണ്ടാവില്ലേ? എല്ലാവരും മത്സരിച്ചത് ഒരു പാർട്ടിയുടെ ലേബലിലല്ലേ? മത്സരിച്ച ആളുകൾ ജയിച്ചോ തോറ്റോ എന്നുള്ള വിധി ഇതുവരെ ഉണ്ടായില്ല. അത് എണ്ണാനിരിക്കുന്നതേ ഉള്ളൂ. അതെണ്ണി ഫലം പുറത്തു വരണം. എന്നിട്ട് ജയിച്ച ആളുകൾ അവരുടെ നേതാവ് ആരാണ്, അവരെ ആര് നയിക്കണം എന്ന് അവരുടെ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കും. ആ തീരുമാനിക്കുന്നതിന് ഉതകുന്ന രീതിയിലുള്ള ഈ പറയുന്ന ചിന്തകളൊക്കെ അവരുടെ മനസ്സിലും തീരുമാനിക്കുന്ന പാർട്ടിയുടെ മനസ്സിലും ഒക്കെ ഉണ്ടാവും. ഇങ്ങനെ തള്ളിയതുകൊണ്ട് എന്തെങ്കിലും സംഗതികൾ കയറുമോ? സത്യത്തിൽ ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട, മൗനം പാലിക്കാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇതെല്ലാ അതിരുകളും വിട്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യരായി മാറുന്നത്? ആ അപഹാസ്യതയ്ക്ക് ചൂട്ടുപിടിക്കാൻ കുറേ അടിമകളും ഈ കമൻറ്റുകളും പിന്നെ അതുപോലെ തന്നെ അതും ഇതുമൊക്കെയായി ഇഷ്ടപ്പെടാത്തവരെ മുഴുവൻ വന്ന് തെറി വിളിക്കുക, അപഹസിക്കുക, പരിഹസിക്കുക. എന്ത് കാര്യത്തിനാണ്? എല്ലാവരും അവരുടേതായ പങ്ക് ഒരു പാർട്ടി ഫോറത്തിൽ വഹിച്ചിട്ടുള്ളവരാണ്. പക്ഷേ അൾട്ടിമേറ്റായി ഒരു പാർട്ടിയാണ് അതിന് ചുമതലപ്പെടുത്തുന്നത്. ആ പാർട്ടിയിലാണ് അവർ മത്സരിച്ചത്. ആ പാർട്ടിയാണ് അന്തിമമായി ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്തിമമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അങ്ങനെ തീരുമാനങ്ങൾ എടുത്തതിൻ്റെ ഭാഗമായാണ് ഇവരെല്ലാവരും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ എത്തിച്ചേർന്നത്. അത്രയുമെങ്കിലും ഒരു ബോധ്യം എല്ലാവർക്കും വേണ്ടേ? അതിനു പകരം ഇതെല്ലാവരും കൂടി തള്ളിമറിച്ച് അവിടെ പോസ്റ്റിട്ട് ഇവിടെ പോസ്റ്റിട്ട് അതിന് കമൻറ്റിട്ട് ഇതിന് കമൻറ്റിട്ട് കാവലാൾ, ചങ്ക്, നയിച്ചവൻ, കൊടുത്തവൻ, തൊടുത്തവൻ, പോരാളി, തേരാളി, ഊരാളി, എന്ത് 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 കോപ്രായമാണിത്? എന്ത് കോപ്രായമാണ്? അതിനൊരു സംവിധാനം ഉണ്ടാവില്ലേ? ഇതിപ്പോൾ ഇല്ല, നമ്മളില്ല പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ഈ സൈന്യത്തിലൊക്കെ ആളിനെ എടുക്കുന്ന റിക്രൂട്ട്മെൻറ്റ് പരേഡ് പോലെ എല്ലാവരും കൂടെ കിടന്ന് 10,000-കണക്കിന് ആളുകൾ കിടന്ന് തെള്ളിയാലാണോ ഈ തെള്ളി കയറുന്നത്? അങ്ങനെയാണോ അതിൻ്റെ ഒരു ഫോർമുല അല്ലെങ്കിൽ അതിൻ്റെ ഒരു രീതി ആലോചിക്കുന്നത്? ഇതിപ്പോൾ ജീവിതത്തിൽ ഒരു പാർട്ടിയും കൊണ്ട് നടന്ന എല്ലാവർക്കും, പാർട്ടിയുടെ നേതാക്കൾക്കെല്ലാം മുഖ്യമന്ത്രിയാവാൻ പറ്റുമോ? അങ്ങനെ ചരിത്രമുണ്ടോ? അങ്ങനെ ആണെങ്കിൽ എത്രയോ വലിയ ധീരനും വീരനും പോരാളിയുമായ ആളാണ് വയലാർ രവി. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായോ? എത്ര കരുത്തനായിരുന്നു! സിംഹക്കുട്ടി, പുലിക്കുട്ടി എന്നൊക്കെയാണ് അവകാശപ്പെട്ടത്. എന്നിട്ട് നടന്നോ? പിന്നെ എത്രയോ വലിയ ക്വാളിറ്റി ഉള്ളവനും നയിക്കാൻ യോഗ്യതയുള്ളവനുമാണെന്ന് പറഞ്ഞ ആളാണ് PT തോമസ്. അദ്ദേഹം മുഖ്യമന്ത്രിയായോ? എത്രയോ കഴിവും പ്രാപ്തിയുമുള്ള ആളാണ് ആയിരുന്നു ആര്യാടൻ മുഹമ്മദ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായോ? അതിനൊക്കെയുള്ള കഴിവും കരുത്തുമൊക്കെ ഉള്ളവരായിരുന്നില്ലേ? പക്ഷേ അവർക്കത് കൽപ്പിച്ചോ? അത് കിട്ടിയോ? എന്തിന്? കേരം തിങ്ങും കേരള നാട് KR ഗൗരി ഭരിച്ചിടും എന്ന് മുദ്രാവാക്യം വിളിച്ചിട്ട് KR ഗൗരിയമ്മ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായോ? ഉപമുഖ്യമന്ത്രിയായോ? അപ്പം എല്ലാത്തിലും ഒരു പാർട്ടിയുണ്ട്, ഒരു വിധിയുണ്ട്, ഒരു തീരുമാനമുണ്ട്. ഇനി ദൈവവിശ്വാസികളാണെങ്കിൽ ഒരു ദൈവനിശ്ചയമുണ്ട്. അതിനപ്പുറത്തെ അപഹാസ്യത എന്തിനാണ് ഈ നേതാക്കളൊക്കെയും സൃഷ്ടിക്കുന്നത്? അതുകണ്ട് എന്തിനാണ് ഈ അടിമകളായ അനുയായികൾ ഉടൻ തന്നെ ആടിത്തിമിർത്ത് അതിൻ്റെ അടിയിൽ വന്ന് ഈ പറയുന്ന അടിമത്തം മുഴുവൻ എഴുതി തള്ളി 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 കയറ്റുന്നത് കൊണ്ട് വല്ലതും കയറുമോ? എന്ത് കാര്യത്തിനാണ്? ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, കാരണം അതുപോലും കഴിയില്ല. അങ്ങനെ ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ അത് അവിടെയാണ്, ഇവിടെയാണ്, മറ്റേടത്താണ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇതിൽ യഥാർത്ഥത്തിലുള്ളൊരവസ്ഥ എന്താ? ഒരുപാട് മനുഷ്യർ, നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ടവർ, ഈ വികാരം കൊണ്ട് എൻ്റെ പാർട്ടി വരണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. പിന്നെ രണ്ടാമതായി ആ ഒരു ഭരണം വരുമ്പോൾ അതിൻ്റെ തിക്തഫലം അനുഭവിച്ച ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്ക് ഈ പാർട്ടി ഭരണത്തിലെത്തണം, അധികാരത്തിലെത്തണം എന്ന ആഗ്രഹമുണ്ട്. പിന്നെ അതത് നേതാക്കളുടെ എന്തെങ്കിലും സ്വന്തക്കാരോ കാര്യം സാധിക്കാനോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള ആളുകളോ ഒക്കെയാണ് ഇതിനു വേണ്ടി കിടന്ന് തുള്ളിമറിക്കുന്നത്. കുറച്ച് ഏജൻസികൾക്ക് ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് എല്ലാവരുടെ വാരി വിതരണം ചെയ്താൽ അവരെല്ലാവരും കൂടി ഉണ്ടാക്കിയാൽ അങ്ങനെ അങ്ങ് വിലയ്ക്ക് വാങ്ങാൻ ഒക്കുമോ വിധിയെ, അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ തീരുമാനത്തെ? അങ്ങനെ അങ്ങ് പിടിച്ചെടുത്ത ചരിത്രം എവിടെയെങ്കിലും ഉണ്ടോ? എത്രയോ സംസ്ഥാനങ്ങളിൽ, എവിടെയെല്ലാം സ്ഥലങ്ങളിൽ എന്തെല്ലാം നടന്നു? അതൊക്കെ അവസാനം ആ പാർട്ടിയല്ലേ തീരുമാനിക്കുന്നത്?
അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഉദാഹരണം പോലും പറയാത്ത എന്താണെന്നറിയോ, ആ ഉദാഹരണം വെച്ച് വേണമെങ്കിൽ വ്യാഖ്യാനിച്ച് ഏതെങ്കിലും ഒരു പക്ഷം ചേർക്കുന്ന സ്ഥിതി വരും. അതുകൊണ്ട് എൻ്റെ ബഹുമാന്യരായ നേതാക്കളോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ അനുയായികളോട് അടങ്ങാൻ പറയണം, എന്നിട്ട് നിങ്ങളും അടങ്ങണം. എന്ത് കാര്യമാണ്, എന്താണ് ഈ സാമൂഹ്യ മാധ്യമത്തിൽ കാണിച്ചു കൂട്ടുന്നത്? കഷ്ടമാണ്, കഷ്ടം, വളരെ കഷ്ടം.